ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി നോക്കിയാലോ. അവലും ഈത്തപ്പഴവും ഡേറ്റ്സും വെച്ചിട്ട് ഉണ്ടാക്കണ, നല്ല നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കണ എന്താ പറയുക ലഡുവിൻ്റെ റെസിപ്പിയാണ്. കണ്ട നല്ല ടേസ്റ്റാണ്. നല്ല അങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണ വിധത്തിലാണ്. മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയ ലഡു ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് അവൽ ലഡു ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്, ഫ്രൈ പാൻ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഡ്രൈ റോസ്റ്റാണ്. ഇപ്പോൾ ഒന്നും നെയ്യ് ഒന്നും ആഡ് ചെയ്തിട്ടല്ല, ഡ്രൈ റോസ്റ്റ് ചെയ്ത് ആദ്യം എടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അവൽ, എന്തോരം വേണമെങ്കിൽ അവലെടുക്കട്ടെ. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എന്തോരം, ഇപ്പോൾ ലഡു എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറയാം എത്ര ലഡു എനിക്ക് ഈ ഒരു അളവ്. ഞാൻ 250-ൻ്റെ 2 ഗ്ലാസ് അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പല വീട്ടിലും പല അംഗങ്ങളാണ്, കൂടുതൽ കുറവ്. ഇപ്പോൾ ഇവിടെ 5 പേരാണുള്ളത്. അപ്പോൾ അവർക്കും കൂടി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഡു ആണത്. ഇപ്പോൾ സിമ്മിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഇത് ഫ്രൈ ആവും. എന്ന് വെച്ചാൽ ഈ ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കരിയും. നൈസ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വെള്ളവലല്ല, മട്ടയുടെ അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് നൈസാണല്ലോ, അത് പെട്ടെന്ന് ഇതാവും. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ആവും കേട്ടോ നമ്മുടെ അവൽ. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കണ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മാറ്റട്ടെ കേട്ടോ. അവൽ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അതേ പാനിൽ തന്നെ ഞാൻ നാളികേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര മുരിച്ചലല്ല. അപ്പോൾ ഇതുകൊണ്ട് 2 കപ്പ് ആണ്. ഇത് 250-ൻ്റെ അളവ് തന്നെയാണ്. അപ്പം നാളികേരം ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ള കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്നിങ്ങനെ ആ ഒരു വെള്ളം ഇതുണ്ടല്ലോ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്കിത് നാളികേരം ഒന്ന് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാൻ വയ്ക്കാം. അപ്പം ഞാൻ ശർക്കര ഒന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ശർക്കര ഇങ്ങനെ പൊടിച്ച ശർക്കരയാണ് ഞങ്ങൾ വാങ്ങുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ശർക്കര ഞാൻ പൊതുവേ ചില നേരത്ത് ബെല്ലം വാങ്ങും. ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ചേട്ടൻ വാങ്ങണതാണ്. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വരണ അതിൽ കല്ലോ മണ്ണോ ഒന്നും ഉണ്ടാവില്ല, നല്ല ശർക്കരയാണത്. അപ്പോൾ അത് പെട്ടെന്ന് ഉരുകും ചെയ്യും. നമ്മുടെ ബെല്ലം പോലെ കുറേ നേരം ഇട്ട് പൊട്ടിച്ചിട്ടും ഇതൊന്നും ചെയ്യണ്ട. പൊടിയാകുമ്പോൾ പിന്നെ മണ്ണും തരിയും ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ഫ്രൈ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ആവുമ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ നാളികേരം ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. നമുക്കിനി ഈ അവലും നാളികേരം കൂടി ഒന്നിച്ചൊന്ന്, നമ്മുടെ അവൽ കണ്ട കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ തന്നെ പൊടിഞ്ഞു വരും. ആ ഒരു സ്റ്റേജാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുക്കുകയല്ല, ക്രഷ് ചെയ്തെടുക്കുക എന്നാണ് പറയട്ടെ കേട്ടോ. ഭയങ്കര നൈസായിട്ട് പൊടിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നമുക്കിതൊന്ന് അവലാന്ന് അറിയണമല്ലോ നല്ല ലഡു ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പരുവത്തിൽ മാത്രമാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഇതിവിടെ സൈഡിലേക്ക് ഇരിക്കട്ടെ. അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഇതിലിട്ടൊന്ന് വിളയിച്ചെടുക്കാം കേട്ടോ. ഞാൻ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഒരു നൂൽപ്പരുവ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. ഇതൊന്ന് കിടന്ന് തിളയ്ക്കണം. ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഉരുക്കി ഞാനിങ്ങനെ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് ഇതിൽ കിടന്നൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അവലും നാളികേരം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവണ്ട. അപ്പം നമ്മുടെ ലഡു ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആവും. ഇതിൽ കിടന്നിട്ട്
ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്യേണ്ട, തീ സിമ്മാക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എന്തോരം വേണമെങ്കിൽ ഇടാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇഷ്ടം, ഇനി ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചുക്കുപൊടി വേണമെങ്കിൽ ചുക്കുപൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റും അവലാണ്. പിന്നെ നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഡേറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നിന്നൊന്ന് എടുത്തത് മാറ്റാം. പിന്നെ ഇതിലേക്ക് നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനാണ്, മീൻസ് ഓപ്ഷണലാണ്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ അതൊന്നും ആഡ് ചെയ്യേണ്ട ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് ഒന്ന് ചെറു ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ഉണ്ട പിടിക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാനിതിലേക്കുള്ള എന്താ പറയുക, ഈത്തപ്പഴം ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ തൊലി മീൻസ് കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ കേട്ടത്. അപ്പം ഞാൻ അവല് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത്, പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ നെയ്യൊക്കെ ഇട്ടിട്ടുള്ള തന്നെ. പക്ഷേ നമ്മൾ ലഡു എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ള, അപ്പോൾ ലഡു ആക്കണ്ട. അപ്പോൾ ഇതൊന്ന് ഉരുട്ടണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈത്തപ്പഴം ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ടേസ്റ്റാണ്. ഇതൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് കുഴക്കട്ടെ. നല്ല ചൂടുണ്ട്, എൻ്റെ അമ്മേ നല്ല ചൂടുണ്ട്, കൈ പൊള്ളണു. അപ്പം നമുക്കിനി ഇതൊന്ന് ഉണ്ട പിടിക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വെള്ളമായാലും മതി. ഇനി ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണേ. ഇങ്ങനെ എടുത്തിട്ട് അഥവാ ഇതേപോലെ നമുക്ക് ഉണ്ട പിടിക്കാൻ കിട്ടണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ കുറച്ചും കൂടി ഉരുക്കി അധികം വയ്ക്കുക. എന്നിട്ട് ഒരിത്തിരി ഇതിലേക്കൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് പിടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക, ഇതുണ്ടല്ലോ നെയ്യ് ഇട്ട് കൊടുത്താലും മതി. കണ്ട ഈ ഒരു വലിപ്പത്തിൽ ഞാൻ അങ്ങനെ എല്ലാതും ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ എല്ലാതും ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് നട്ട്സ് അടക്കം എടുത്തിട്ട് എല്ലാവർക്കും കിട്ടണ വിധത്തിൽ ഇങ്ങനെ ഉണ്ട പിടിക്കട്ടെ. അപ്പം ഈ ഒരു അളവിൽ എനിക്ക് 9-10 കഷ്ടി കിട്ടും. ഭയങ്കര വലുതാക്കാണ്ട് ചെറിയ ഒരു ബോൾസൊക്കെ ആയിട്ട് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് 10 വരെ കിട്ടും ഇതിൽ. അപ്പം അങ്ങനെ എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഹെൽത്തിയാണ് ഈത്തപ്പഴവും ഇതും പിന്നെ അവലൊക്കെയാണല്ലോ. അത് വെച്ചുണ്ടാക്കണ കാരണം മക്കൾക്ക് ക്ലാസ് കഴിഞ്ഞ് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.